രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണമാണ് കേട്ടത്. രാഹുൽ ഇവിടെ നിൽക്കുന്ന പിൻവാങ്ങില്ല എന്നുള്ളതാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. തൊട്ടപ്പുറം വീണ്ടും സംഘർഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സമരഗേറ്റിന് അപ്പുറത്ത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താലുള്ള നീക്കത്തിന് നേരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ്. അവിടെ പോലീസ് വാഹനം തൊട്ടപ്പുറേ തടഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അവിടേക്ക് കൂടുതൽ പ്രവർത്തകരും എത്തുകയാണ്. വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചുകയറി പുരുഷ പോലീസുകാരെ രണ്ട് സൈഡിലായി പാളയം ഭാഗത്തും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന് ഇപ്പുറവശത്തും തമ്പാനൂരിൽ നിന്ന് വരുന്ന ഭാഗത്തും സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന്റെ അവിടെ നിന്നും പ്രവർത്തകർ ഏകദേശം ഒഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിന്റെ രണ്ട് ഭാഗത്തേക്ക് പ്രവർത്തകർ മാറി എന്നല്ലാതെ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. പരിക്കേറ്റ പ്രവർത്തകരുമായി ആംബുലൻസ് അവിടെ നിന്നും വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പരിക്കേറ്റ പ്രവർത്തകരുമായി ആംബുലൻസ് പോവുകയാണ്. നേരത്തെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതിനെ പ്രതിരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത്. വാഹനത്തിൽ കയറിയിരുന്ന യൂത്ത് കോൺഗ്രസുകാർ തന്നെ നേതാക്കന്മാരടക്കം ഇടപെട്ട് തിരിച്ചിറക്കുന്ന കാഴ്ച കണ്ടു. രാഹുലിനെ ഇപ്പോൾ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് മറ്റ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ പരിക്കേറ്റ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ നിന്നും നീക്കാതെ എവിടേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് രാഹുൽ അല്പസമയങ്ങൾക്ക് മുൻപ് പ്രതികരിച്ചത്. പരിക്കേറ്റതിന് ശേഷം പ്രതികരിച്ചത് എന്തായാലും തൊട്ടു മുന്നിൽ ഒരു പോലീസ് കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റാരെയോ പരിക്കേറ്റ് ഈ പലയിടങ്ങളിലായി സംഘർഷം നടന്നതിനാൽ എവിടേക്കാണ് സംഘർഷം ഉണ്ടായത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ ഏതോ പ്രവർത്തകനുണ്ട്, വീണ് കിടക്കുന്ന പ്രവർത്തകനാണ്. ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോഴും ഈ പോലീസ് വണ്ടിയുടെ മുൻവശത്ത് വലിയ തോതിലുള്ള സംഘർഷം തുടരുന്നു. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്ന് തോന്നുന്നു. അവിടെ വനിതാ പോലീസുകാരുമായും അടക്കം സംഘർഷം നടക്കുകയാണ്. ഒരു ഭാഗത്ത് സംഘർഷം, ഒരു ഭാഗത്ത് പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് നീക്കാനുള്ള ശ്രമം. ഈ മുൻവശത്ത് നേരത്തെ പറഞ്ഞതുപോലെ സമരഗേറ്റിന്റെ മുൻവശത്ത് നിന്ന് മാത്രം പ്രവർത്തകർ മടങ്ങിയിരിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രവർത്തകർ വലിയ തോതിൽ കൂടി നിൽക്കുകയാണ്. രണ്ട് സൈഡിലേക്കായി പ്രവർത്തകരെ വിഭജിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാച്ചു നിൽക്കുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിലായി കുറെ അധികം പ്രവർത്തകർ, രാഹുലുള്ള അടക്കമുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ പാളയം ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി കോളേജ് തൊട്ടിപ്പുറത്തായി വലിയൊരു വിഭാഗം പ്രവർത്തകർ നിൽക്കുന്നു. അവിടെയുള്ള പ്രവർത്തകർ കൂടി ഇവിടേക്ക് പഴയ നിന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് വാഹനത്തിന് മുന്നിലെ കാഴ്ചയാണ് കാണുന്നത്. പരിക്കേറ്റ പ്രവർത്തകരെ സമാന്തരമായി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സംഘർഷാവസ്ഥയ്ക്ക് പൂർണ്ണമായും അയവ് വന്നു എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. തുടർച്ചയായി സംഘർഷം ഉണ്ടാകുന്നു. പോലീസ് വാഹനത്തിൽ പരിക്കേറ്റ ആളുകളാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ വാഹനവും തടയാനുള്ള ശ്രമം വനിതാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അടക്കമുണ്ടാവുകയാണ്.